ഈ ക്ഷേത്രഭൂമിയൊന്നും സാധാരണ ഒരു പാർട്ടിയുടെയും ഇപ്പം CPM-ൻ്റെ എന്നുള്ളതല്ല, ഏത് പാർട്ടിയുടെ ആണെങ്കിലും ഒരു പാർട്ടിയുടെയും അതീതമായി വരേണ്ട ഒരു കാര്യമല്ല അത് ഒരിക്കലും. അപ്പോൾ ഹൈക്കോടതി എടുത്ത തീരുമാനം ഒരു പരിധിവരെ അത് ശരിയാണ്. കാരണം CPM പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ സോറി, ഈ പരാതിക്കാർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ അത് ക്ഷേത്രഭൂമിയാണ്. ക്ഷേത്രത്തിൻ്റെ ദൈനംദിന ചടങ്ങുകൾക്കും അതുപോലെ തന്നെ അവിടെ പൂജാകർമ്മങ്ങൾക്കും എല്ലാം ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പറയുന്ന സ്ഥലത്ത്, നവകേരള സ്ഥലത്ത് നടത്താൻ പാടില്ല എന്നാണ്. അപ്പം സർക്കാർ എടുത്ത നിലപാടെന്ന് പറയുന്നത് അത് ഒരിക്കലും ക്ഷേത്രഭൂമിയല്ല, അത് പുറമ്പോക്ക് ഭൂമിയാണ്. ആ പുറമ്പോക്ക് ഭൂമി അതിനെ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവിറക്കിയത്, ക്ഷേത്രഭൂമിയിൽ ഈ പരിപാടി നടത്തേണ്ടതെന്ന്. ഇനി 2 ഹർജി കൂടി ഇനി പെൻഡിങ് ആണ്. ഇനി തിങ്കളാഴ്ച 2 ഹർജി ഉണ്ട് ഹൈക്കോടതിയിൽ. അതും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു തുടർച്ച, ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും അതിനും. കാരണം ക്ഷേത്രഭൂമി അതുപോലെ തന്നെയാണ് ഇവിടെ തൃശ്ശൂരിൽ ഒരു പരിപാടി നടത്തിയപ്പം അത് ഹൈക്കോടതി ഇടപെട്ട് അത് നടത്തരുതെന്ന് പറഞ്ഞു. പക്ഷേ അത് 2 ദിവസം മുൻപ് അവരത് പുതിയ പന്തലേക്ക് മാറി. പക്ഷേ നവകേരള സദസ്സിനെ ഇതൊന്നും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നവകേരള സദസ്സിനെ അതൊന്നും ബാധിക്കാത്ത തരത്തിൽ തന്നെയാണ് ആ സംവിധാനം മുന്നോട്ട് പോകുന്നത്. അപ്പം ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഈ സ്ഥലത്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ആ പരിപാടി മാറും എന്നുള്ളതല്ലാതെ നവകേരള സദസ്സിനെ ബാധിക്കും എന്നുള്ളതൊന്നും ഈ പറഞ്ഞ ഹൈക്കോടതി വിധി കൊണ്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നവകേരള സദസ്സ് ആ ലെവലിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. Meet the editors.